മൂന്നാം ക്ലാസ്സിലെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വേനൽ എന്നൊരു കവിത പഠിക്കാം. എ ജയകൃഷ്ണൻ ആണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. വേനൽ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്താണ് ഓടി വരുന്നത്? പൊള്ളുന്ന ചൂട് അല്ലേ? പിന്നെ എന്താണ്? കിണറുകളിൽ വെള്ളം ഉണ്ടാവില്ല, കുളങ്ങളും നദികളും എല്ലാം പറ്റിയിരിക്കും, ചെടികളും ജീവജാലങ്ങളും എല്ലാം ദാഹിച്ച് വലഞ്ഞിരിക്കും. അപ്പം ഇങ്ങനെ ദുഃഖവും ദുരിതമൊക്കെ ആയിരിക്കും വേനൽ എന്നാണ് നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. എന്നാൽ നമുക്ക് ഈ കവിത വായിക്കുമ്പോൾ മനസ്സിലാവും വേനലിലെ വെയിൽ എന്ന് പറയുന്നത് എപ്പോഴും ദുഃഖവും ദുരിതവും മാത്രമല്ല, അതിനുമുണ്ടൊരു ഭംഗി. ഈ കവിത ഒന്ന് വായിച്ചു നോക്കാം. വേനൽ. മഴയുടെ തേങ്ങലു മാറ്റാനങ്ങനെ വേനൽ ചിരിച്ചൊരു വരവുണ്ട്. ഭൂമിയിലാകെ വെയിലിൻ തുമ്പികൾ മൂളിയിരുന്നൊരു ചിരിയുണ്ട്. വീടും വീടിനകവും എല്ലാം വെയിലു കുളിച്ചൊരു നിൽപ്പുണ്ട്. അപ്പം എന്താണ് പറയുന്നത്? കോരിച്ചൊരിയുന്ന മഴയുടെ തേങ്ങൽ മാറ്റാനായിട്ട് വേനൽക്കാലം ചിരിച്ചുകൊണ്ട് എത്താറുണ്ട്. അതായത് മഴക്കാലം കഴിഞ്ഞ് മാനം തെളിയുമ്പോൾ വെയിൽ പരക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വെയിലിൻ്റെ ചിരിയുമായി എത്തുന്ന വേനലിനെ അപ്പോൾ നമുക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. വെയിൽ തെളിയുമ്പോൾ മാനത്തും താഴ്ത്തുമൊക്കെ ധാരാളം വേനൽ തുമ്പികൾ പാറിപ്പറക്കും. വീടും വീടിൻ്റെ അകവും പുറവും എല്ലാം വെയിൽ കുളിച്ചു നിൽക്കും. മഴയൊക്കെ മാറി എന്നും മഴ പെയ്യുമ്പോൾ നമുക്കെന്താ, ഒരു മഴയൊക്കെ ഒന്ന് മാറി ഒന്ന് വെയിൽ തെളിഞ്ഞെങ്കിലെന്ന് വിചാരിക്കും എല്ലാവരും അല്ലേ? അതേപോലെ അങ്ങനെ വെയിൽ വരുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമാണ്. മഴയുടെ തേങ്ങൽ മാറ്റിക്കൊണ്ട് വേനൽ ചിരിച്ച് വരും. ഭൂമിയിൽ വേൽത്തുമ്പികളെല്ലാം ഇങ്ങനെ മുകളിലിരുന്ന് ചിരിക്കും. പിന്നെ വീടും വീടിൻ്റെ അകവും എല്ലാം വെയിലിൽ കുളിച്ച് നിൽക്കും. അടുത്ത വരി. രാവിലെയായാൽ തൊടി നിറയും പടി വെയിലിൻ പുഴയൊഴുകാറുണ്ട്. ഇത്തിരി വെള്ളം കണ്ടാൽ പോലും വെയിലിനവിടൊരു കുളിയുണ്ട്. ഇടവഴിയുള്ളിൽ വള്ളിക്കുടിലിൽ വെയിലിനൊരൊട്ടക്കണ്ണുണ്ട്. വൈകുന്നേരം കുന്നിൻ മുകളിൽ വെയിലിനു നല്ലൊരു കളിയുണ്ട്. കളിയും തീർന്നു കരഞ്ഞു കലങ്ങി വെയിലിന് പിന്നൊരു പോക്കുണ്ട്. എന്താണ് പറയുന്നത്? അതായത് രാവിലെ ആയാൽ ഈ തൊടിയിലും വെയിലും ഒക്കെ ഇങ്ങനെ വെയിൽ പരക്കും അല്ലേ? നമ്മുടെ പറമ്പിലൊക്കെ മുറ്റത്തും എല്ലാം വെയിൽ ഇങ്ങനെ പരക്കും വെയിലുള്ളപ്പോൾ. കവി എന്താ പറയുന്നത്? പുഴ പോലെ വെയിൽ ഒഴുകും എന്നാണ് കവി പറയുന്നത്. പിന്നെ എന്താണ് അടുത്തത്? ഇത്തിരി വെള്ളം കണ്ടാൽ പോലും അല്ലേ? അതായത് ഇത്തിരി വെള്ളം കണ്ടാൽ വെയിൽ അവിടെ പോയി കുളിക്കുമെന്ന് പറഞ്ഞാൽ മഴ പെയ്ത് ബാക്കി തലേദിവസത്തെ മഴ പെയ്തതിൻ്റെ ബാക്കി ഇത്തിരി വെള്ളമൊക്കെ എവിടെയെങ്കിലും കെട്ടിക്കിടന്നാൽ വെയിൽ ആ വെള്ളത്തിൽ കുളിക്കും. അതായത് വെയിലിന് കുളി കഴിയുമ്പോൾ ആ വെള്ളവും പറ്റിപ്പോകും. പിന്നെ എന്താണ്? ഇടവഴിയുള്ളിൽ അല്ലേ? ഇടവഴിയിലും വള്ളിക്കുടിയിലും എല്ലാം വെയിൽ ഇങ്ങനെ എത്തി നോക്കും. അപ്പോൾ അതിനെയാണ് വെയിൽ ഓട്ടക്കണ്ണിട്ട് നോക്കുന്നു എന്ന് കവി പറയുന്നത്. പിന്നെ എന്താണ്? വൈകുന്നേരമായാലോ കുന്നുമുകളിൽ ഇങ്ങനെ വെയിൽ പോയി കളിക്കും അല്ലേ? നല്ലോണം കളിക്കും. പിന്നീട് എന്താ? പിന്നെ കളിയൊക്കെ തീർന്നു കഴിയുമ്പോൾ കരഞ്ഞു കലങ്ങി വരുമെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതായത് വൈകുന്നേരം ആകുമ്പോൾ ഈ സൂര്യൻ കുന്നിൻ്റെ പുറകിലേക്ക് മറയുമല്ലോ. അപ്പോൾ സന്ധ്യാസമയത്ത് ചുവന്ന ആകാശമായിരിക്കും പടിഞ്ഞാറ് അല്ലേ? അപ്പോൾ അങ്ങനെ ആ ചുവന്ന ആകാശത്തെയാണ് ഈ കരഞ്ഞു കലങ്ങി ഈ വെയിൽ പോകുന്നതെന്ന് കവി പറയുന്നത്. കളിയെല്ലാം കഴിഞ്ഞ് തിരികെ പോരാനായിട്ട് വെയിലിന് മടിയാണ്. അപ്പോൾ കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ടാണ് വെയിൽ പോകുന്നതെന്നാണ് കവിതയിൽ കവി അങ്ങനെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ കവിത തീർന്നു. ഒരു ചോദ്യം നോക്കാം. കവിതയിലെ വെയിൽ ആരെ പോലെയാണെന്നാണ് തോന്നിയത്? കവിതയിലെ വെയിൽ നമുക്ക് വായിച്ചിട്ട് എന്ത് തോന്നി? നമുക്ക് വായിച്ചിട്ട് ഇതൊരു കുസൃതി കുട്ടിയെ പോലെ അല്ലേ? ഒരു കുസൃതി കുട്ടിയെ പോലെയാണ് വെയിൽ എന്നാണ് തോന്നുന്നത്. കാരണം എന്താണ്? കുസൃതി കുട്ടികളാണ് ഇങ്ങനെ ഇടവഴിയിലും കുന്നുമുകളിലൊക്കെ കളിക്കാനൊക്കെ പോകും, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒളിച്ചിരിക്കുകയൊക്കെ ചെയ്യുകയുള്ളൂ അല്ലേ? വെള്ളമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരതിലൊക്കെ ചാടും, കാല് കൊണ്ട് വെറുതെ ചാടിക്കളിക്കും, അങ്ങനെയൊക്കെ ചെയ്യും അല്ലേ? അപ്പോൾ കൊച്ചു കുട്ടികളാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ കളിച്ച് കഴിഞ്ഞാൽ തിരിച്ചു പോരാനൊക്കെ കൊച്ചുകുട്ടികൾക്ക് വലിയ വിഷമമായിരിക്കും. കൊച്ചുകുട്ടികൾ എന്ന് പറഞ്ഞാൽ കുസൃതിയുള്ള കൊച്ചുകുട്ടികൾ. ഈ കുസൃതിയുള്ള കൊച്ചുകുട്ടികൾക്ക് വലിയ വിഷമമായിരിക്കും കളി കഴിഞ്ഞിട്ട് തിരിച്ചു പോരാനൊക്കെ ആയിട്ട് അല്ലേ? അപ്പോൾ ഈ ചെടികൾക്ക് പിന്നിലൊക്കെ ഒളിച്ചിരിക്കുന്നതും ഈ കൊച്ചുകുട്ടികളാണ്, കുസൃതി കുട്ടികളാണ്. അപ്പോൾ നമുക്ക് കവിതയിലെ വെയിലൊരു കുസൃതി കുട്ടിയെ പോലെയാണെന്നാണ് നമുക്ക് വായിച്ചിട്ട് തോന്നുന്നത്.
ഇനി അടുത്ത ചോദ്യം, ടീച്ചർ ചൊല്ലുത്തുന്ന വികൃതി മഴ എന്ന കവിതയിലെ മഴയുടെ വികൃതികൾ ഇഷ്ടപ്പെട്ടോ, എന്തുകൊണ്ട്? അപ്പോൾ ഈ ചോദ്യം വികൃതി മഴ എന്ന കവിത എഴുതിയിരിക്കുന്നതും എ ജയകൃഷ്ണൻ തന്നെയാണ്. പുസ്തകത്തിൽ അത് ഇല്ല. നിങ്ങൾക്ക് ടീച്ചർ ക്ലാസ്സിൽ ആ കവിത വായിച്ചു തരും. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് കേട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം. വികൃതി മഴ എന്നുള്ള കവിത ഒന്ന് ചൊല്ലാം. തെരാപ്പാര നടക്കുന്നു മഴ, തോന്നിയ പോലെ പെയ്യുന്നു മഴ, കുന്നും മലയും കയറുന്നു മഴ, അവിടെ നൃത്തം വയ്ക്കുന്നു മഴ, വേലിക്കമ്പു വളയ്ക്കുന്നു മഴ, പാടവരമ്പത്താടുന്നു മഴ, മേഞ്ഞു നടക്കുന്നോരെയെല്ലാം ആട്ടിക്കൊണ്ടുവരുന്നുണ്ടീ മഴ, ഒറ്റക്കാലിൽ വീഴുന്നു മഴ, ഇത്തിരി വട്ടം ചുറ്റുന്നു മഴ, കാറ്റിനൊപ്പം കൂടുന്നു മഴ, കാട്ടാളത്തം കാട്ടുന്നു മഴ, ഊണുമുറക്കവുമില്ലാത്തൊരു മഴ, നിർത്താതൊറ്റ താളത്തിൽ മഴ, രാവിൽ പെയ്തു തിമിർക്കുന്നു മഴ, രാവു പുലർന്നു വരുമ്പോഴും മഴ, ആരുടെ വാക്കും കേൾക്കാത്തൊരു മഴ, മുറ്റത്താകെ നനഞ്ഞെട്ടി മഴ, വേണ്ട വാശി പിടിപ്പിക്കേണ്ട, പെയ്തു മടുത്താൽ തോർന്നിടും മഴ. അപ്പോൾ ഈ ക്ലാസ്സിൽ ടീച്ചർ കവിത നിങ്ങൾക്ക് വായിച്ചു തരും. ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം, എന്തുകൊണ്ടാണെന്ന് പറയണം അല്ലേ. മഴയെക്കുറിച്ചുള്ള വർണ്ണനകളാണ്. തെരപ്പാര നടക്കുന്ന മഴയും, തോന്നിയ പോലെ പെയ്യുന്ന മഴയും, കുന്നുമല കയറുന്ന മഴയും, നൃത്തം വയ്ക്കുന്ന മഴയും എന്നൊക്കെയാണ് കവി പറയുന്നത്. കവിത എന്തായാലും നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. ഈ കവിത, അതായത് ഈ മഴയുടെ വികൃതികൾ നമുക്ക് ഇഷ്ടപ്പെടും. ഇനി എന്താണ് ചോദ്യം? വേനൽ ചിത്രങ്ങൾ വരച്ച് പ്രദർശനം നടത്തൂ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ വേനലിലെ ചിത്രങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നു, അതായത് വേനലിൽ എന്തൊക്കെ ചിത്രങ്ങളായിരിക്കും? വറ്റി പോയ പുഴയും, പിന്നെ എന്താണ് ഉണങ്ങി നിൽക്കുന്ന മരങ്ങൾ, അങ്ങനെയൊക്കെയാണ് നമ്മുടെ സങ്കല്പം. എങ്കിൽ പോലും നമുക്ക് വേനലിൽ തുമ്പികൾ പറക്കുന്നതും നേരത്തെ വെയിലും എല്ലാം നമുക്ക് വരയ്ക്കാം. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ വരയ്ക്കുക. ഇനി നമുക്ക് അടുത്ത പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.